Hi students, welcome back to our geography class for 7th standard students. Okay? Then, in the previous class, we have discussed the 7th chapter, that is settlement. Settlement already completed. Then, today, in this class, we will discuss about transport, service and communication. Transport. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സെറ്റിൽമെന്റ് ഏതൊക്കെയാണ്, സെറ്റിൽമെന്റിന്റെ പല ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു. ദെൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട്, സർവീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ട്, സർവീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്പോർട്ട് സർവീസ്, ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? ട്രാൻസ്പോർട്ട് സർവീസിന്റെ മെയിൻ പോയിന്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷന്റെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ട്രാൻസ്പോർട്ട്? ട്രാൻസ്പോർട്ട് ഈസ് ദി മീൻസ് ബൈ വിച്ച് പീപ്പിൾ ആൻഡ് ഗുഡ്സ് മൂവ്. അതായത് ആളുകളും അതുപോലെ തന്നെ ഗുഡ്സും മൂവ് ചെയ്യുക അല്ലേ? അത് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഗതാഗതത്തിലൂടെയാണ് അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് നമുക്ക് പോകണം, അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടെത്തിക്കണം. ഇതൊക്കെ എങ്ങനെയാണ്? ട്രാൻസ്പോർട്ട്. ഓക്കെ, in the early days people used to walk and animals are used. പണ്ട് കാലത്ത് ആളുകൾ എങ്ങനെയായിരുന്നു? നടക്കുക. ഒരുപാട് ദൂരം ഉണ്ടെങ്കിലും ദിവസങ്ങൾ കൊണ്ടാണ് നടന്നു പോകുന്നത് അല്ലേ? used to walk and animals are used to carry their goods. ഗുഡ്സ് കൊണ്ട് സാധനങ്ങൾ എത്തിക്കുന്നത് എങ്ങനെയാണ്? കഴുതപ്പുറത്തും അങ്ങനെ ആനിമൽസിനെയാണ് അതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനൊരു മാറ്റം വന്നത് എപ്പോഴാണ്? ഇൻവെൻഷൻ ഓഫ് ദി വീൽ. ഇൻവെൻഷൻ ഓഫ് ദ വീൽ മെയ്ഡ് ട്രാൻസ്പോർട്ട് ഈസിയർ. നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഈ ഡെവലപ്മെന്റ്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാരണം വീലിന്റെ കണ്ടുപിടുത്തമാണ് അല്ലേ? ഇപ്പൊ നമുക്കറിയാം, വീൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലേ, അതായത് ഒരു ഡെവലപ്മെന്റ്, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുക, പോവുക, ഈ കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ഡെവലപ്മെന്റ് സാധ്യമാകും. അപ്പൊ എന്തുമാത്രം നല്ലൊരു കാര്യമാണ് ഇൻവെൻഷൻ ഓഫ് ദി വീൽ എന്ന കാര്യം ഓർക്കേണ്ടതാണ്. The early traders from other countries used to take several months to reach India. അതായത് early traders എന്ന് പറഞ്ഞ വ്യാപാരികൾ മാസങ്ങൾ കൊണ്ടാണ് അതായത് ഇന്ത്യയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ എത്തിക്കൊണ്ടിരുന്നത്. They took either the sea route. അവരെങ്ങനെയാണ് വരുന്നത്? ഒന്നുകിൽ സീ റൂട്ട് വഴി അല്ലെങ്കിൽ ലാൻഡ് റൂട്ട് വഴി മാസങ്ങൾ എടുക്കുമായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് എത്തുവാനായിട്ട്. ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ് പറയുന്നത്. മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ദ സേവ്സ് ടൈം ആൻഡ് എനർജി. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? ദിവസങ്ങൾ കൊണ്ട് നടന്നു പോകുന്നത് നമ്മൾ ഇപ്പോൾ എന്താണ്? വെറും ഇത്ര സമയം കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് എത്തിച്ചേരും അല്ലേ? അപ്പം എന്താണ്? സേവ്സ് ടൈം ആൻഡ് എനർജി. ടൈം സേവ് ചെയ്യുക. ദാറ്റ് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദി മോഡേൺ ട്രാൻസ്പോർട്ട്. ക്ലിയർ? Then the four major means of transport. Four major means ഏതൊക്കെയാണ്? roadways, railways, waterways and airways. roadways, railway, waterways, airways. ഈ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ നാലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കാം. ഇതിൽ എയർവേസ് മാത്രം ഉപയോഗിച്ചിട്ടില്ലാത്തവർ കാണാം, ഉപയോഗിച്ചിട്ടുള്ളവർ കാണാം അല്ലേ? അപ്പോൾ ഇത് മാത്രമേ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് പരിചിതമല്ലാത്തത്. ബാക്കി എല്ലാ വേസും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? റോഡ്വേസ്. നമുക്കറിയാം എന്താണ്? മോസ്റ്റ് കോമൺലി യൂസ്ഡ്, നമ്മൾ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വേ ആണിത് റോഡ്വേ. എസ്പെഷ്യലി ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്, ചെറിയ ഡിസ്റ്റൻസ് ഒക്കെയാണ് റോഡിലൂടെയാണ് എല്ലാവരും പോകുന്നത്. ദേ ക്യാൻ ബി മെറ്റൽഡ് ആൻഡ് അൺമെറ്റൽഡ്. അത് എങ്ങനെയാണ്? മെറ്റൽഡ് റോഡ് ഉണ്ട്, അൺമെറ്റാലിക് റോഡ് ഉണ്ട് അല്ലേ? അങ്ങനെ റോഡ്സ് പലതരത്തിലുണ്ട്. ഇപ്പോൾ ഈ അതായത് 20th സെഞ്ച്വറിയിലൂടെ എന്താണ് ഡെവലപ്മെന്റ്സ് നടന്നതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ വഴിക്കും, അതായത് ഈവൻ മൗണ്ടൻസിൽ പോലും റോഡുകൾ വന്നിരിക്കുന്നു. അങ്ങനെ ഹയസ്റ്റ് റോഡ്വേസ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊക്കമുള്ളത് ഹയസ്റ്റ് റോഡ്വേസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് മൊണാലി ലേ.
ഓർത്താണ് മണാലി ലേ. ഓക്കെ, മണാലി ലേ ഹൈവേ ആണ്, ഹിമാലയൻ മൗണ്ടൻസിലാണ് അത് ഉള്ളത്. ദെൻ നിങ്ങൾക്ക് പിന്നെ അറിയാം, അപ്പൊ ഇങ്ങനെ ഈവൻ മൗണ്ടൻസിലൂടെ പോലും എന്തുണ്ട്, റോഡുകൾ ഉണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാവുന്നത് സബ്വേ. സബ്വേസ് അല്ലെങ്കിൽ അണ്ടർ പാത്ത് എന്ന് പറയും. റോഡ്സ് ബിൽറ്റ് അണ്ടർഗ്രൗണ്ട്. അണ്ടർഗ്രൗണ്ടിലൂടെ റോഡുണ്ട്. അപ്പൊ അതിന് പകരം സബ്വേ ഓർ അണ്ടർ പാത്ത്. Then അടുത്ത ഒരു എന്താണ് ഫ്ലൈഓവേഴ്സ്. ഫ്ലൈഓവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ബിൽറ്റ് ഓവർ റേസ്ഡ് സ്ട്രക്ചറിന് മുകളിലൂടെ, അതായത് മുകളിലൂടെ നിർമ്മിച്ചിരിക്കുന്നതാണ് എന്താ ഫ്ലൈ ഓവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് റോഡ് മൗണ്ടൻസിലൊക്കെ ഉണ്ട്. അങ്ങനെ ഹയസ്റ്റ് റോഡ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് മണാലി ലേ ആണ്, ഹിമാലയൻ മൗണ്ടൻസിൽ. ദെൻ സബ്വേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർഗ്രൗണ്ട്. ദെൻ ഫ്ലൈ ഓവേഴ്സ്, റേസ്ഡ് സ്ട്രക്ചേഴ്സ്. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇപ്പൊ റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമൊന്നുമില്ല. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതൊക്കെയാണ്. ദെൻ റെയിൽവേ. ട്രെയിനിൽ കയറാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ട്രെയിനിൽ എല്ലാവരും കയറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി കയറാത്തവർ, ഇനി നിങ്ങൾക്ക് അവസരങ്ങൾ വരും, നിങ്ങൾക്ക് അവസരങ്ങൾ മുമ്പോട്ട് കിടക്കുന്നു. അപ്പോൾ അവസരം വരുമ്പോൾ അത് ഉപയോഗിക്കാം. Then railway, the invention of the steam engine. ആദ്യം സ്റ്റീം എഞ്ചിന്റെ ഇൻവെൻഷൻ ആണ്. ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഹെൽപ് ഇൻ സ്പീഡി ഡെവലപ്മെന്റ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്. റെയിൽ ട്രാൻസ്പോർട്ടിൽ ഒരു ഡെവലപ്മെന്റിന് കാരണമാണ് സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തമാണ്. ഇപ്പൊ അത് മാറി എന്തായി, ഡീസലും ഇലക്ട്രിക് എഞ്ചിൻസും ഒക്കെ ഉപയോഗിക്കുക. അങ്ങനെ ഡീസൽ ട്രെയിനും ഇലക്ട്രിക്കൽ ട്രെയിനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീം എഞ്ചിൻ മാറിക്കൊടുത്തു. ബാക്കി ഇപ്പോൾ മോഡേൺ ലൈഫിൽ എന്താണ്, ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിനും അതുപോലെ തന്നെ ഡീസൽ ഉപയോഗിച്ചുള്ള ട്രെയിനുമാണ്. ദ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്ക് ആണ് ഈസ് വെൽ ഡെവലപ്ഡ്. ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്ക് വളരെ വെൽ ഡെവലപ്ഡ് ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ തന്നെ, ഏഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, കോണ്ടിനെന്റ്. അപ്പൊ ഏഷ്യയിൽ നമ്മുടെ കോണ്ടിനെന്റ് ആണ് ഏഷ്യ. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഇൻ ഏഷ്യ എന്ന് ചോദിച്ചാൽ എന്താണ്, ഇന്ത്യൻ റെയിൽവേ. മറക്കരുത്. Then അടുത്തതിലേക്ക് ഒരു വാട്ടർവേസ്. ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് ഫോർ. വാട്ടർവേസ് എന്ന് പറയുമ്പോൾ ഏതാ, ഷിപ്പ്. അത് ഉപയോഗിച്ചിട്ടുള്ളവര് കുറവായിരിക്കും ഷിപ്പില്. പിന്നെ ബോട്ട് യാത്രകൾ നടത്തിയിട്ടുള്ളതായിരിക്കും, അല്ലെ? ബോട്ട് യാത്രകൾ ഉണ്ടായിരിക്കും. ബട്ട് ഷിപ്പില് കുറവായിരിക്കും ആളുകൾ സഞ്ചരിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള. ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ്. ഇത് ചീപ്പസ്റ്റ് ആണ്. ചീപ്പസ്റ്റ് ഫോർ ക്യാരിങ് ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസിൽ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് ഒരു വേ എന്ന് പറയുന്നത് വാട്ടർ വേ. They are mainly of two types ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻലാൻഡ് വാട്ടർവേസും സീ റൂട്ടും. ഇപ്പൊ എന്താണെന്ന് ഈ നാവിഗേറ്റ് റിവേഴ്സ് ആൻഡ് ലേക്സ് ആർ യൂസ്ഡ്. റിവറും ലേക്കും ഉപയോഗിച്ച് നടത്തുന്നതാണ് ഇൻലാൻഡ് വാട്ടർവേസ്. എക്സാമ്പിൾ ഗംഗാ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം. വേറെയുണ്ട് ഗ്രേറ്റ് ലേക്സ് ഇൻ നോർത്ത് അമേരിക്ക, അതുപോലെ തന്നെ റിവർ നൈൽ ഇൻ ആഫ്രിക്ക. ഇതൊക്കെ ഇൻലാൻഡ് വാട്ടർവേസിന് എക്സാമ്പിളാണ്. അപ്പൊ ഇൻലാൻഡ് വാട്ടർവേസിന് വേറൊന്നുമില്ല, എന്താണ്, navigable rivers and lakes are used in this transport. Okay. Then sea route. രണ്ടാമതാണ് sea route and oceanic routes are mostly used for transporting merchandise and goods. ഗുഡ്സ് കയറ്റിക്കൊണ്ട് പോകുന്നതിന്റെ വലിയ പങ്ക് വഹിക്കുന്നതാണ് സീ റൂട്ട്. ഗുഡ്സ് കൊണ്ടുപോകാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദീസ് റൂട്ട്സ് ആർ കണക്റ്റഡ് വിത്ത് ദ പോർട്ട്സ്. ഈ റൂട്ടുകൾ പോർട്ടുകളുമായിട്ട്, അതായത് പോർട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, കപ്പലുകളൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലം, അല്ലേ? അപ്പോൾ ആ പോർട്ടുമായിട്ട് കണക്റ്റഡ് ആയി. ഇങ്ങനെയുള്ള മെയിൻ പോർട്ടുകൾ ഏഷ്യയിൽ സിംഗപ്പൂർ ഉണ്ട്, അതുപോലെ മുംബൈ ഉണ്ട്. ഏഷ്യയിൽ ഇങ്ങനെയുള്ള രണ്ടെണ്ണമാണ് ഉള്ളത്. അതുപോലെ നോർത്ത് അമേരിക്കയിലുള്ള 2 പോർട്ടുകളാണ് ന്യൂയോർക്ക് ഉണ്ട്,
ആഫ്രിക്കയിൽ ഡർബൻ, കേപ്പ് ടൗൺ. ദെൻ ഓസ്ട്രേലിയയിൽ സിഡ്നി. ദെൻ യൂറോപ്പിൽ ലണ്ടൻ ആൻഡ് റോട്ടർഡാം ആണ് എവിടെ, യൂറോപ്പിലോ. അങ്ങനെ ഇങ്ങനെ പല കോണ്ടിനെന്റ്സിലും, അത് എല്ലാ കോണ്ടിനെന്റ്സിലും എത്ര കോണ്ടിനെന്റ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, 7 കോണ്ടിനെന്റ്സ്. ഈ 7 കോണ്ടിനെന്റ്സിലും പോർട്ടുകൾ ഉള്ളത്. ഇപ്പൊ എത്ര കോണ്ടിനെന്റ്സ് വന്നു? ഏഷ്യ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക ആൻഡ് യൂറോപ്പ്. 6 കോണ്ടിനെന്റ്സിലും ഈ പോർട്ടുകൾ ഉണ്ട്. ആ പോർട്ടുകളുടെ പേരുകൾ പഠിക്കാം. അപ്പൊ ഇതാണ് വാട്ടർവേസ്. വാട്ടർവേസ് 2 types, inland waterways and sea route. Clear? Then last one, airways. നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എവിടെ പറക്കുക? പ്ലെയിനിൽ പോവുക, അല്ലേ? പഠിച്ചു മിടുക്കരായാൽ മതി, അപ്പൊ പോകാം. ഓക്കെ, airways. It is the fastest way of transport. ഏറ്റവും ഈ പറഞ്ഞതൊക്കെ താമസം, അല്ലേ, ഇതിന്റെ ഒന്നാണ്. ബട്ട് എയർവേ എന്ന് പറയുന്നത് എന്താണ്? It is the fastest way of transport. It is also the most expensive. എല്ലാവർക്കും, അല്ലേ, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പോലെ കുറച്ച് കൂടുതൽ പൈസ തന്നെ വേണം, അല്ലേ? It is the most expensive due to the high cost of fuel. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഫ്യൂവൽ, അതിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് ആ യാത്ര എക്സ്പെൻസീവ് ആകുന്നത്. Air traffic is adversely affected by bad weather like fog and strain. അതായത് നമുക്കറിയാം ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ വരും, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും? ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണികളൊക്കെ നടക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ റോഡ് പണികൾ നടക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. പക്ഷെ എയർവേസിന് ട്രാഫിക് പ്രോബ്ലം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഫോഗ്, അല്ലേ? മഞ്ഞിന്റെ അവസ്ഥ, അതായത് ക്ലൈമറ്റിന്റെ ഒരു അവസ്ഥ വെച്ച് ഇവിടെ ബ്ലോക്കുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഒരു അപകടം ഉണ്ടായതാണ്. എന്താണ്? അത് ലാൻഡ് ചെയ്യാൻ നേരത്ത് ഈയിടെ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായല്ലോ. അപ്പോൾ ലാൻഡ് ചെയ്യാൻ നേരത്ത് എന്താണ് ശരിക്കും പൈലറ്റിന് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ ആ സ്ഥലം കഴിഞ്ഞ് പോയത്. ഓക്കെ, ദെൻ ഹെലികോപ്റ്റർ. ഇതിനകത്ത് ഒരു കാര്യം, ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ എത്തണമെങ്കിൽ നമുക്ക് അല്ലാത്ത വിമാനങ്ങൾ ഇറങ്ങണമെങ്കിൽ എന്താണ്? വിമാനത്താവളത്തിൽ മാത്രം, എയർപോർട്ടിൽ മാത്രമേ ഇറങ്ങുള്ളൂ, അല്ലേ? അല്ലാതെ വെറുതെ ഒരു സ്ഥലത്ത് ഇറങ്ങുമോ? ഇല്ല. ഇപ്പം റൺവേയിൽ ആണ് ഇറങ്ങുന്നത്. ബട്ട് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. ഹെലികോപ്റ്റേഴ്സ് ആർ യൂസ്ഫുൾ ഇൻ ഇൻആക്സസിബിൾ ഏരിയാസ് ആൻഡ് ഇൻ ടൈംസ് ഓഫ് കലാമിറ്റീസ്. എന്തെങ്കിലും പെട്ടെന്ന് നമുക്കറിയാം പ്രളയം, അല്ലേ? പ്രളയം ഉണ്ടായപ്പോൾ ഹെലികോപ്റ്ററിലാണ് ആളുകളെ വന്ന് രക്ഷിച്ചെടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹെലികോപ്റ്ററിൽ ആളുകളെ വന്ന് രക്ഷിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ ഹെലികോപ്റ്റർ വഴി കൊടുക്കുകയും, അപ്പം ഏതാണ് സ്ഥലം, പർട്ടിക്കുലർ പ്ലേസിലേക്ക് നമുക്ക് എത്താൻ സഹായിക്കുന്നതാണ് ഹെലികോപ്റ്റർ. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ്, വാട്ടർ, ക്ലോത്ത്, മെഡിസിൻസ് എല്ലാം ഹെലികോപ്റ്റർ വഴി നമുക്ക് സാധ്യമാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ആണ് ലാസ്റ്റ്. കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, ന്യൂസ് പേപ്പർ, റേഡിയോ, TV ഇതൊക്കെയാണ്. എങ്ങനെ? ത്രൂ ന്യൂസ് പേപ്പർ, റേഡിയോ ആൻഡ് ടെലിവിഷൻ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഒരു ന്യൂസ് പേപ്പർ ഒരുപാട് പേരെ വായിക്കും, ഒരാളെ വായിക്കും, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ മീഡിയയിലൂടെ ഒരു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് മാസ് മീഡിയ. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാസ് മീഡിയ. പിന്നെ നമുക്ക് ഏതാണ്? സാറ്റലൈറ്റ്സ് ഹാവ് മേഡ് കമ്മ്യൂണിക്കേഷൻ ഈവൻ ഫാസ്റ്റർ. സാറ്റലൈറ്റ്സ് വഴിയായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റ് ആകുന്നുണ്ട്. സാറ്റലൈറ്റ്സ് ആണ് നമ്മുടെ GPS, അല്ലേ? നമുക്കൊരു വഴി അറിയാൻ അല്ലെങ്കിൽ നമ്മളെ അവിടെ കാറിൽ ഇത് നമ്മൾ എത്തേണ്ട സ്ഥലം മാത്രം അടിച്ചു കൊടുത്താൽ മതി, നമ്മളെ അവിടെ എത്തിക്കും. അപ്പോൾ അതൊക്കെ എന്താണ്? സാറ്റലൈറ്റ്സ് ആണ്, അല്ലേ? അതുപോലെ സാറ്റലൈറ്റ്സ് ഹാവ് ഹെൽപ്പ് ഇൻ ഓയിൽ എക്സ്പ്ലോറേഷൻ, സർവേ ഓഫ് ഫോറസ്റ്റ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ, മിനറൽ വെൽത്ത്, വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിസാസ്റ്റർ വാർണിംഗ്. അപ്പോൾ വെതർ
ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥ ഇന്ന് ഇപ്പോൾ അടുത്ത 2 ദിവസത്തിന് മഴയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളും ക്ലൈമറ്റിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന സാറ്റലൈറ്റ്സ് വഴിയായിട്ടാണ്. Then wireless phone, wireless telephonic communication through cellular phones have become very popular today. ഇപ്പോൾ കൊച്ചു കുട്ടിയുടെ കയ്യിൽ പോലും എന്തുണ്ട്, ഫോണുണ്ട്. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും അഡ്വാൻറ്റേജ് അത് നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. നമ്മൾ എവിടെയാണെങ്കിലും നമ്മളെ അറിയാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം അത് കോമൺ ആയിരിക്കുകയാണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് മീൻസ് അവർ ലൈഫ് മോർ കംഫർട്ടബിൾ. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതും വളരെ പോസിറ്റീവോടുകൂടി കണ്ടാൽ ഈ വയർലെസ് ഫോണും ഇന്റർനെറ്റും ഒക്കെ എപ്പോഴും നമ്മൾ പോസിറ്റീവ് വേയിൽ കണ്ടാൽ ഏറ്റവും ഗുണമുള്ള കാര്യമാണ്. നമ്മുടെ വിരൽത്തുമ്പിലാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, നമ്മൾ അന്നേരം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കുട്ടികളെന്ന നിലയിൽ ഇത് രണ്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണണം. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുമ്പോഴാണ് ലോകം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അതിനെ വേറൊരു തരത്തിൽ കൈകാര്യം ചെയ്യാതെ ഈ 2 കമ്മ്യൂണിക്കേഷൻ വേദിയും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ഡെവലപ്ഡ് ആവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും. ക്ലിയർ? ട്രാൻസ്പോർട്ട് സർവീസ് 4 ബേസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സ്റ്റഡി വെൽ. നമ്മൾ ഈ 7th ചാപ്റ്ററും കഴിഞ്ഞിരിക്കുകയാണ്. സോ സ്റ്റഡി വെൽ. താങ്ക് യു.